അപ്പോൾ എന്നും ഒരേപോലെ എന്തിനാ പറയണില്ലേ തണ്ണിമത്തൻ ജീരകക്കഞ്ഞി. ഇതിൻ്റെ ഉള്ളിൽ തുറന്ന് നോക്കട്ടെ എന്താണെന്ന്. എനിക്ക് അറിയാം എന്നാലും അതല്ലല്ലോ ക്യൂറിയോസിറ്റി. പതിവിലും വിപരീതമായി നമ്മുടെ ബിരിയാണി യാഹു. ഇടയിൽ ഒരു കണ്ണുകെട്ടാതിരിക്കാൻ ബിരിയാണി കിട്ടാറുണ്ട് കേട്ടോ. സൂപ്പർ. കഞ്ചി കഴിഞ്ഞു, കുടിച്ചതല്ല. ഉമ്മ അടുത്ത വീട്ടിൽ കൊടുത്താളുണ്ട്. ബിരിയാണി ആയതുകൊണ്ട് കഞ്ഞി ചിലപ്പോൾ ചിലവാവില്ല എന്ന് പേടിച്ചിട്ട് ഉമ്മ അടുത്ത വീട്ടിൽ കൊടുത്തു. അപ്പം നമുക്ക് ബിരിയാണി അകത്താക്കാം. ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു സംഭവം ഉണ്ടായി. അത് ഞാൻ പറയാം. അത് ഈ ബിരിയാണി കഴിച്ചത് കൊണ്ടല്ല, അത് ഞാൻ വഴിയെ പറയാം. ആദ്യം ഒന്ന് വിളമ്പി തീരട്ടെ. ഞങ്ങളുടെ പാലക്കാട് റാവുത്തർ ബിരിയാണി വേറെ നാടുകളിലുണ്ട്. അങ്ങനെ ചുമപ്പ് ബിരിയാണി വേറെ നാടുകളിലുണ്ടോ? ഞാൻ വേറെ നാടുകളിൽ പോയിട്ടുള്ള അങ്ങനെ, അതുകൊണ്ട് എനിക്കറിയില്ല. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ, മാങ്ങച്ചാറ്. താഴേന്ന് വീണ് കിട്ടിയ അച്ചാറുകൾ മാങ്ങകൾ ഇട്ട് വെച്ചതാണ്. ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ വേഗം, അതായത് ഒരാഴ്ച പോലും ആയിട്ടില്ല ഈ അച്ചാർ ഇട്ടിട്ട്. ഞങ്ങൾ ഫാമിലിയോടെ അച്ചാർ ഭ്രാന്തന്മാരാ. അച്ചാറെന്ന് പറഞ്ഞാൽ ജീവൻ. അപ്പോൾ ആർക്കെങ്കിലും അച്ചാറൊക്കെ ഇട്ട് തരാൻ മനസ്സുണ്ടെങ്കിൽ അയച്ചു തരണം. ഞാൻ അച്ചാർ ഫാനാണ് കേട്ടോ. അപ്പം ഞാൻ കഴിക്കട്ടെ. ഫസ്റ്റ് തന്നെ ഇറച്ചിയിൽ നിന്ന് ആരംഭിക്കാം. ഇറച്ചി മടമടാന്ന് കഴിച്ചിട്ട് എനിക്കൊരു പണി കിട്ടി ഗൈസ്, ഞാൻ പറയാം. അപ്പം ഞാൻ തിന്നണത് 3x കാണിക്കാം. തിന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം, പണി കിട്ടിയ കാര്യം നിങ്ങൾ ഈ 3x കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. ഓക്കെ. പണി കിട്ടിയത് എന്താണെന്നറിയില്ല, എനിക്ക് ഫുഡ് അലർജി ഉണ്ട് ഗൈസ്. അതായത് നൈറ്റ് ടൈമിൽ മീറ്റുകൾ കഴിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അലർജി ചൊറിയാൻ തുടങ്ങും. അത് കഴിച്ചിട്ട് ഞാൻ അന്ന് മൊത്തം ചൊറിച്ചിലായിരുന്നു. അതാണ് എനിക്ക് കിട്ടിയ പണി. എല്ലാവരും സർപ്രൈസ് ചെയ്യുക.